മൂന്നാറിൽ സർവീസ് നടത്തുന്ന KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ചില്ല് തകർന്നു. അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് ചില്ല് പൊട്ടിയത്. ജീവനക്കാരുടെ അശ്രദ്ധയാണ് ചില്ല് തകരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് ഈ ബസ് അറ്റകുറ്റപ്പണി നടത്താനായി മൂന്നാറിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടെ ഈ മുകൾ ഭാഗത്തെ ചില്ല് തകരുകയായിരുന്നു. ചില്ല് രണ്ട് സൈഡിലും ചില്ല് പൊട്ടിയിട്ടുണ്ട്. ഈ മുകൾ ഭാഗം പൂർണ്ണമായും ചില്ലുകൊണ്ടാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ജീവനക്കാരുടെ അശ്രദ്ധ, വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടയിൽ ജീവനക്കാരുടെ അശ്രദ്ധയാണ് ഈ ചില്ലുപൊട്ടാനുള്ള കാരണമെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തരുന്നതിനെ തുടർന്ന് വിശദമായ ഒരു അന്വേഷണവും KSRTC ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ചില്ല് ഉടൻ മാറും. കാരണം ഈ ബസ് ഇപ്പോഴും മൂന്നാറിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ്. നിരവധി ആളുകളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസം ഏതാണ്ട് 869-ലധികം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷം രൂപയോളം വരുമാനവും KSRTCക്ക് നേടിക്കൊടുത്ത ഒരു ബസ് സർവീസാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നീക്കമാണ് KSRTC നടത്തുന്നത്. ശരി.